ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത PSC പരീക്ഷകൾ ചുരുക്കമാണ്. മലയാളികളുമായി ഗാന്ധിജിക്ക് വളരെ ആഴത്തിലുള്ള അടുപ്പമുണ്ടായിരുന്നു. രാഷ്ട്രപിതാവിന് കേരളത്തോടും കേരളത്തിന് അദ്ദേഹത്തോടും ഉള്ള അടുപ്പം തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന LGS, LDC പോലുള്ള പരീക്ഷകൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധമാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ വർഷവും ഗാന്ധിജി കേരളം സന്ദർശിച്ച സമയങ്ങൾ നമുക്ക് ഓർഡറായിട്ട് തന്നെ പഠിക്കാം. 1920 ഓഗസ്റ്റ് 18 പ്രഥമ സന്ദർശനം. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥം 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി കോഴിക്കോട്ട് എത്തി. ഇതായിരുന്നു ഗാന്ധിജിയുടെ കേരളത്തിലെ ആദ്യ സന്ദർശനം. മൗലാന ഷൗക്കത്ത് അലിയും ഒപ്പമുണ്ടായിരുന്നു. വടകര, തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ എത്തിയ മഹാത്മജി ദ്വിദിന സന്ദർശനത്തിന് ശേഷം ഓഗസ്റ്റ് 19 മംഗലാപുരത്തേക്ക് പോയി. ഈയൊരു പിക്ചർ നീലേശ്വരം രാജ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജി സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകിയ സന്ദേശമാണ് ഈ ഒരു സൈഡുള്ള പിക്ചറിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ നല്ല ക്ലിയറായി കാണാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ അറ്റത്തുള്ള സെറ്റിങ്സിൽ കയറി ക്വാളിറ്റി എന്നുള്ള ഓപ്ഷനിൽ ഹൈ ക്വാളിറ്റി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അടുത്തത് നോക്കാം. സമാധാന ദൗത്യം. 1925 മാർച്ച് 9 മഹാത്മജി വൈക്കത്തെത്തി. അയിത്താചരണത്തിനെതിരെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. സത്യാഗ്രഹികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഗാന്ധിജി തൻ്റെ രണ്ടാം സന്ദർശനത്തിനെത്തിയത്. തൻ്റേത് ഒരു സമാധാന ദൗത്യമാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. 1925 മാർച്ച് 8 മുതൽ 19 വരെ പര്യടനം നീണ്ടു. 19 അദ്ദേഹം പാലക്കാട്ട് നിന്ന് മടങ്ങിപ്പോയി. ഈ ഒരു പിക്ചർ നോക്കൂ. ഗാന്ധിജി പാലക്കാട് എത്തിയപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗാന്ധിജി 1937 ജനുവരി 20 പത്തനംതിട്ട ഇലന്തൂരിൽ പ്രസംഗിക്കുന്ന ഫോട്ടോ. ഉറപ്പായും നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ കൂടി ഈ ഒരു ഓഡിയോ ആയിട്ട് കേൾക്കുകയാണെങ്കിൽ ഈസിയായി മനസ്സിലാകാൻ പറ്റുന്ന തരത്തിലാണ് ഇത് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് കേൾക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കുക. ദരിദ്രർക്ക് വേണ്ടിയുള്ള യാത്ര. 1927 ഇന്ത്യയിലെ ദരിദ്രർക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് 1927 മഹാത്മജി മൂന്നാമതും കേരളത്തിലെത്തി. 1927 ഒക്ടോബർ 9 മുതൽ 15 വരെ പര്യടനം നടത്തിയ മഹാത്മാജി അന്നേ ദിവസം പാലക്കാട്ട് നിന്നും കോയമ്പത്തൂരിലേക്ക് പോയി. 25 മടങ്ങിയെത്തി. 26 മംഗലാപുരത്ത് നിന്ന് മുംബൈക്ക് യാത്രയായി. അപ്പോൾ മഹാത്മാഗാന്ധി കൊച്ചിയിൽ പൊതുജനങ്ങളെ സംബോധന ചെയ്യുന്ന ഒരു ഫോട്ടോസ്. അടുത്തത് നാലാം വരവാണ്. 1934 ഗാന്ധിജി കേരളത്തിൽ നാലാമതായി വരുന്നത്. ഗാന്ധിജിയുടെ നാലാമത്തെ സന്ദർശനം 1934 ജനുവരി 10 മുതൽ 22 വരെ നീണ്ട ആ പര്യടനത്തിൽ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഗാന്ധിജി എത്തി. ജനുവരി 22 കന്യാകുമാരിയിലെത്തിയ അദ്ദേഹം തുടർന്ന് തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി. അങ്ങനെ നാലാമത്തെ വരവും കഴിഞ്ഞ് പിന്നെ 1937 ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചിടത്തേക്ക് ഒരു തീർത്ഥയാത്ര. 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു മഹാത്മജിയുടെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ സന്ദർശനം. 1937 ജനുവരി 12 തിരുവനന്തപുരത്തെത്തി. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചിടത്തേക്ക് ഒരു തീർത്ഥയാത്ര എന്നാണ് ആ പര്യടനത്തെ മഹാത്മജി വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂറിൽ മാത്രമായി നടത്തിയ ആ യാത്രയ്ക്ക് ശേഷം ജനുവരി 21 കൊട്ടാരക്കരയിൽ നിന്ന് തീവണ്ടി മാർഗം മദിരാശിയിലേക്ക് പോയി. മഹാത്മാഗാന്ധി കേരള സന്ദർശനത്തിനിടെ എന്നൊരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ പ്രസംഗങ്ങൾ നോക്കൂ. 1920 ഓഗസ്റ്റ് 18 കോഴിക്കോട് കടപ്പുറത്താണ് ഗാന്ധിജി കേരളത്തിൽ ആദ്യമായി ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചത്. നിസ്സഹകരണത്തിൻ്റെ
സത്തയും അഹിംസയുടെ ശക്തിയും ഊട്ടിയുറപ്പിച്ച പ്രസംഗത്തിൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശക്തിയോട് എതിരിടാൻ 2 മന്ത്രങ്ങൾ അദ്ദേഹം ഉപദേശിച്ചു. 1. പരിപൂർണമായ അക്രമരാഹിത്യം. 2. ആത്മത്യാഗം. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ഉപദേശിച്ച ഗാന്ധിജി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളും വിശദീകരിച്ചു. മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നകന്നു നിന്ന ചില പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ദേശീയധാരയിലേക്ക് എത്തിക്കാൻ 1 മണിക്കൂർ നീണ്ട ആ പ്രസംഗത്തിലൂടെ ഗാന്ധിജിക്ക് കഴിഞ്ഞു. കെ. മാധവൻ നായരാണ് പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ കെ. മാധവൻ നായർ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മഹാത്മജിയുടെ വാക്കുകളാണിവ. കോൺഗ്രസ് നേതാവും മാതൃഭൂമിയുടെ പ്രഥമ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന കെ. മാധവൻ നായരുടെ ഛായാചിത്രം 1934 ജനുവരി 13 കോഴിക്കോട് ടൗൺ ഹാളിലും മാതൃഭൂമി ഓഫീസിലും അനാച്ഛാദനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. അത് നമുക്ക് നോക്കാം. മാതൃഭൂമിയുടെ ഹൃദയം മാധവൻ നായരായിരുന്നുവെന്ന് നിങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ പിന്തുടരുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെന്നും പറയുകയുണ്ടായി. ആദർശങ്ങളെ പിന്തുടരുവാൻ വിചാരിക്കുന്നുവെങ്കിൽ അദ്ദേഹം അവശേഷിപ്പിച്ച പൈതൃകത്തെ ബുദ്ധിപൂർവം വിനിയോഗിക്കണം എന്നതായിരുന്നു ആ പ്രസംഗം. ഇത് നോക്കൂ. ദീർഘകാലമായി തുടരുന്ന അനീതിയാണ് അയിത്തം എന്ന ഹെഡിങ്ങിൽ 1925 മാർച്ച് 9 മഹാത്മാഗാന്ധി വൈക്കത്തെത്തി. വൈക്കം സത്യാഗ്രഹം 1-ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലായിരുന്നു സന്ദർശനം. 10 വൈകുന്നേരം കായൽക്കരയിൽ നടന്ന 21,000 പേർ സംബന്ധിച്ച പൊതുസമ്മേളനത്തിൽ ഗാന്ധിജി പ്രസംഗിച്ചു. ഒരു പണ്ഡിതനല്ലെങ്കിലും ഇപ്പോൾ ഹിന്ദുക്കൾ ആചരിക്കുന്ന അയിത്താചരണ വേദശാസ്ത്രങ്ങൾ അനുവദിക്കുന്നില്ലെന്ന് ഗാന്ധിജി ഉറപ്പിച്ചു പറഞ്ഞു. ഇങ്ങനെ പറയാൻ തക്കവണ്ണം ഒരു സനാതന ഹിന്ദുവെന്ന നിലയിൽ എനിക്ക് ശാസ്ത്രപരിജ്ഞാനമുണ്ട്. ദീർഘകാലമായി തുടരുന്ന ഒരു അനീതിയാണ് അയിത്തം. വൈക്കത്തും പുറത്തുമുള്ള പൊതുജനാഭിപ്രായം സത്യാഗ്രഹികൾക്ക് അനുകൂലമാണ്. ലോകാഭിപ്രായവും അപ്രകാരമാണ്. ക്ഷമയോടെ ഉത്കൃഷ്ടമായ നിലയിൽ സത്യാഗ്രഹം തുടർന്നാൽ വിജയം നേടുക തന്നെ ചെയ്യും, മഹാത്മജി പറഞ്ഞു. പിറ്റേന്ന് മാർച്ച് 11 സത്യാഗ്രഹികളോട് ഗാന്ധിജി ദീർഘസംഭാഷണം നടത്തി. ഈ പ്രക്ഷോഭം നാം നടത്താൻ പോകുന്ന വലിയ സമരങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഈ സമരം വൈക്കത്തെ നിരത്തുകൾ തുറന്നുകൊടുക്കുന്നതുകൊണ്ട് മാത്രം അവസാനിക്കുകയില്ല. തിരുവിതാംകൂറിലെ ഇത്തരത്തിലുള്ള എല്ലാ നിരത്തുകളും തൊട്ടുകൂടാത്തവർക്കും തീണ്ടിക്കൂടാത്തവർക്കുമായി തുറന്നുകൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പ്രക്ഷോഭം എല്ലാ നിലയ്ക്കും അക്രമരഹിത മാർഗത്തിലൂടെയാകണം മുന്നോട്ടു പോകേണ്ടത്. സത്യാഗ്രഹികളുടെ സംശയങ്ങൾക്ക് മഹാത്മജി മറുപടി പറഞ്ഞു. ആധുനിക കാലത്തെ അത്ഭുതം. ഇത് നമുക്കൊന്ന് വായിക്കാം. 1937 ജനുവരി 12 അവസാന സന്ദർശനത്തിനെത്തിയ ഗാന്ധിജി തിരുവിതാംകൂറിലെ നിരവധി ക്ഷേത്രങ്ങളിൽ അയിത്തജാതിക്കാർക്കൊപ്പം പ്രവേശിച്ചു. ക്ഷേത്ര പ്രവേശനാനുമതിയോടെ ആഹ്ലാദം അവർക്കൊപ്പം പങ്കുവച്ചു. ജനുവരി 13 ക്ഷേത്രപ്രവേശന വിളംബരം ആഘോഷിക്കുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന പൊതുസമ്മേളനത്തിൽ മഹാത്മജി പങ്കെടുത്തു. ക്ഷേത്രങ്ങൾ തുറന്നുകിട്ടുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിൽ നിന്നും ടി. കെ. മാധവനിൽ നിന്നും ലഭിച്ച സഹായങ്ങളെപ്പറ്റി യോഗങ്ങൾ മഹാരാജാവിന് സമർപ്പിച്ച മംഗളപത്രത്തിൽ പ്രസ്താവിച്ചിരുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രസംഗത്തിൽ മഹാത്മജി ഇത്ര കൂടി കൂട്ടിച്ചേർത്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കേരളത്തിൽ അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചവരിൽ 2 പേരുകളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്: ടി. ആർ. കൃഷ്ണസ്വാമിയും കേളപ്പനും. ആധുനിക കാലത്തെ അത്ഭുതമെന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്നും ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. ജനുവരി 21 തൻ്റെ അവസാനത്തെ യാത്രയ്ക്ക് വിരാമം കുറിച്ച് മടങ്ങവേ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: മുൻപൊരിക്കലും സ്വപ്നം കാണാത്ത ആധ്യാത്മിക നിധികൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മടങ്ങുന്നത്. അപ്പോൾ ഇത് ഞാൻ വായിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു പോയിൻറ്റ്സും വിട്ടുകളയേണ്ട കാര്യമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഗാന്ധിജി നട്ട വൃക്ഷങ്ങൾ. 1925 മാർച്ച് 18 ഗാന്ധിജി ആലുവ യൂസി കോളേജ് സന്ദർശിച്ചു. തിരുവിതാംകൂർ മഹാരാജാവ് കോളേജിന് വിട്ടുകൊടുത്ത കച്ചേരി മാളികയുടെ മുറ്റത്ത് അദ്ദേഹം ഒരു മാവിൻ തൈ നട്ടു. 1923 ഒക്ടോബർ 2 ടി. ആർ. കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ
പാലക്കാട് അകത്തേത്തറയിൽ ആരംഭിച്ച ശബരി ആശ്രമത്തിൽ 3 പ്രാവശ്യം അദ്ദേഹം എത്തിയിരുന്നു. 1925 മാർച്ച് 18, 1927 ഒക്ടോബർ 15, 1934 ജനുവരി 10 എന്നീ തീയതികളിലായിരുന്നു മഹാത്മജിയുടെ സന്ദർശനം. 1927 സന്ദർശന കാലത്ത് ആശ്രമത്തിൽ നട്ട തെങ്ങ് ആ ചരിത്ര മുഹൂർത്തത്തിൻ്റെ സ്മരണയുയർത്തുന്നതാണ്. 1931 നവംബർ 21 സ്വാമി ആനന്ദതീർത്ഥൻ ആരംഭിച്ച പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയം സന്ദർശിക്കവേ ഗാന്ധിജി 1934 ജനുവരി 12 അവിടെയും മാവിൻ തൈ നടുകയുണ്ടായി. അപ്പോൾ പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിൽ 1927 ഗാന്ധിജി നട്ട തെങ്ങ്, ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലെ എല്ലാ പോയിൻറ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. കേരളത്തിൽ ഗാന്ധിജി കണ്ടുമുട്ടിയവർ എന്ന് കൊടുത്തതിൽ ആരൊക്കെയാണ് കേരളത്തിൽ വെച്ച് ഗാന്ധിജി കണ്ടുമുട്ടിയതെന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹ ശ്രമത്തിലെ ഗാന്ധിജി 1925 മാർച്ച് 10 വൈക്കം ക്ഷേത്രത്തിലെ മുഖ്യ ഭരണ ചുമതല വഹിക്കുന്ന ഇണ്ടംതുരുത്തി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ മനയിലെത്തി. സത്യാഗ്രഹികളുടെ ആവശ്യങ്ങളോട് നിഷേധാത്മക നിലപാടാണ് നമ്പൂതിരിയും മറ്റു ചുമതലക്കാരും പുലർത്തിയിരുന്നത്. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഗാന്ധിജിയുടെ ആഗ്രഹം അറിയിച്ചപ്പോൾ ആരെയും അങ്ങോട്ട് പോയി കാണുന്ന പതിവില്ലെന്നും ആവശ്യക്കാർക്ക് ഇവിടേക്ക് വരാമെന്നും നമ്പൂതിരിപ്പാട് അറിയിച്ചു. അവിടെ എത്തിയ ഗാന്ധിജിയെയും കൂട്ടരെയും മനയിൽ പ്രവേശിപ്പിക്കാതെ പ്രത്യേകം തയ്യാറാക്കിയ ഒരിടത്താണ് ഇരുത്തിയത്. സത്യാഗ്രഹത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെപ്പറ്റി ഗാന്ധിജി 3 മണിക്കൂറോളം വിശദീകരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സി രാജഗോപാലാചാരി, മഹാദേവ ദേശായി, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവർ മഹാത്മജിയെ അനുഗമിച്ചിരുന്നു. മാർച്ച് 12 വർക്കലയിലെത്തിയ മഹാത്മജി കടപ്പുറത്തെ കൊട്ടാരത്തിൽ വെച്ച് ബാലനായ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ, റീജന്റ് മഹാറാണി സേതുലക്ഷ്മി ബായ് എന്നിവരെ സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരക സ്തൂപമാണ് ആ കാണുന്ന പിക്ചറിൽ. ഇനി ഗുരുദേവൻ ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുമായി കണ്ടുമുട്ടുന്നതാണ് ഇവിടെ പറയുന്നത്. 1925 മാർച്ച് 12 വിഖ്യാതമായ ആ കൂടിക്കാഴ്ച നടന്നു. ഉച്ച കഴിഞ്ഞ് ശിവഗിരി മഠത്തിലെത്തിയ മഹാത്മജി ശ്രീനാരായണ ഗുരുവിനെ നേരിൽ കണ്ടു. അഡ്വക്കേറ്റ് എൻ കുമാരൻ ദ്വിഭാഷിയായി ആ സംഭാഷണത്തിൽ നിന്ന് ഗാന്ധിജി പറയുന്നത്, ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ അയിത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിക്ക് അറിയുന്നുണ്ടോ? അപ്പോൾ ഗുരു പറയുന്നു, ഇല്ല. ഗാന്ധിജി പറയുന്നു, അയിത്തം ഇല്ലായ്മ ചെയ്യാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് ഭിന്നാഭിപ്രായം ഉണ്ടോ? അങ്ങനെ കുറച്ച് സംഭാഷണങ്ങളൊക്കെയാണ്, അവർ തമ്മിൽ ചോദിച്ച സംഭാഷണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗുരു പറയുന്നത് ഇല്ല. ഗാന്ധിജി വീണ്ടും ചോദിക്കുന്നു, ആ പ്രസ്ഥാനത്തിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെന്നോ വല്ല മാറ്റവും വരുത്തണമെന്നോ അഭിപ്രായമുണ്ടോ? അപ്പോൾ ഗുരു പറയുന്നു, അത് ശരിയാവണ്ണം നടക്കുന്നുണ്ടെന്നാണ് അറിവ്. അതിൽ മാറ്റം വരുത്തണമെന്ന് അഭിപ്രായമില്ല. ഗാന്ധിജി ചോദിക്കുന്നു, അഹിംസാത്മക സത്യാഗ്രഹം നിരർത്ഥകമാണെന്നും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ബലപ്രയോഗം ആവശ്യമാണെന്നും ചിലർ പറയുന്നു. സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? ഗുരു പറയുന്നു, ബലപ്രയോഗം നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഗാന്ധിജിക്കൊപ്പം സി രാജഗോപാലാചാരി, ഇ വി രാമസ്വാമി നായ്ക്കർ, മഹാദേവ ദേശായി, രാംദാസ് ഗാന്ധി തുടങ്ങിയവരും ശിവഗിരിയിലെത്തിയിരുന്നു. അന്ന് അദ്ദേഹവും ഒപ്പമുള്ളവരും ശിവഗിരിയിൽ താമസിച്ചു. ഇത് വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കെ പി കേശവമേനോൻ ഗാന്ധിജിക്ക് അയച്ച ടെലഗ്രാമാണ്. ഗുരുനാഥനെ കാണാൻ വള്ളത്തോൾ. ശിവഗിരിയിൽ നിന്ന് മാർച്ച് 13 ഗാന്ധിജി തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് 15 കോട്ടയത്ത് എത്തിയ അദ്ദേഹം 16 വൈക്കത്ത് വീണ്ടുമെത്തി. 17 സത്യാഗ്രഹാശ്രമത്തിൽ പുലയ മഹാസഭയിൽ പങ്കെടുത്തു. ഇണ്ടംതുരുത്തി നമ്പൂതിരിപ്പാടും മറ്റ് സവർണ വിഭാഗക്കാരുമായി വീണ്ടും കൂടിക്കാഴ്ച. ശങ്കരസ്മൃതിയിൽ നിന്ന് പകർത്തിയ അയിത്തത്തിന് അനുകൂലമായ ഭാഗങ്ങൾ അവർ ഗാന്ധിജിക്ക് നൽകി. മാർച്ച് 17 മഹാകവി വള്ളത്തോൾ വൈക്കത്ത് ഗാന്ധിജിയെ കാണാനെത്തി.
സാഹിത്യമഞ്ജരി ഗാന്ധിജിക്ക് സമർപ്പിച്ചു. എന്നാൽ കാര്യമായി സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. 1927 ഗാന്ധിജിയുടെ 3ാം കേരള സന്ദർശന വേളയിൽ തൃശ്ശൂരിൽ വെച്ച് മഹാകവി അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചു. ഇത് ദേശീയ കവിയായ അങ്ങയെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ടെന്ന് മഹാത്മജി വള്ളത്തോളിനോട് 1927 കൂടിക്കാഴ്ചയിൽ നേരിട്ട് പറഞ്ഞു. അടുത്തത് നോക്കൂ, വിമോചന പോരാളിയെ കാണുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ. അയ്യങ്കാളിയെ പറ്റി ഒരു ചോദ്യം പോലും ഇല്ലാത്ത PSC ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 1937 ജനുവരി 14 ഗാന്ധിജി വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ സന്ദർശിച്ചു. അങ്ങ് ചെയ്തു വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെപ്പറ്റിയും എനിക്കറിയാം. അങ്ങയുടെ ഉദ്യമങ്ങൾ തുടരുക, ഗാന്ധിജി പറഞ്ഞു. അയ്യങ്കാളിയുടെ 74ാം വയസ്സിൽ വെങ്ങാനൂരിൽ നടന്ന മഹാസമ്മേളനത്തിൽ മഹാത്മജി സംബന്ധിച്ചു. പകുതി നേരമ്പോക്കായും പകുതി വാത്സല്യത്തോടെയും നിങ്ങൾ പുലയ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിളിക്കുന്നു. ഒരിക്കലും തളരാത്ത പോരാളിയാണ് അദ്ദേഹം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ സ്ഥിരമായി പുരോഗതി പ്രഖ്യാപിച്ചു വരുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു, മഹാത്മജിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു. ആ വിമോചന പോരാളിക്ക് പിന്തുണയും ആശംസകളും നേർന്നുകൊണ്ടാണ് ഗാന്ധിജി യാത്ര പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. പുലയ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഗാന്ധിജിയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതുപോലെ അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടും. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത്, ഗാന്ധിജി തൊട്ടറിഞ്ഞ മലയാളികളുടെ ത്യാഗം. 1934 ജനുവരിയിലെ 4ാം സന്ദർശന വേള ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിനാണ് ഗാന്ധിജി എത്തിയത്. അക്കാലത്താണ് ഹൃദയത്തെ സ്പർശിച്ച ആ അപൂർവ അനുഭവത്തിന് മഹാത്മജി സാക്ഷ്യം വഹിച്ചത്. 1934 ജനുവരി 14 വടകര കോട്ടപ്പറമ്പ് മൈതാനത്ത് പൊതുസമ്മേളനം നടക്കുന്നു. യോഗത്തിൽ സംബന്ധിച്ചിരുന്ന സർവാഭരണ വിഭൂഷിതരായ വനിതകളെ നോക്കി ഗാന്ധിജി പറഞ്ഞു, ആവശ്യത്തിൽ കവിഞ്ഞ ആഭരണങ്ങൾ അണിഞ്ഞാണ് നിങ്ങളിൽ പലരും എത്തിയിരിക്കുന്നത്. അധികമെന്നു തോന്നുന്ന ആഭരണങ്ങളുടെ പങ്ക് എന്നെ ഏൽപ്പിക്കുമോ? പ്രസംഗം അവസാനിപ്പിച്ച് അല്പനിമിഷങ്ങൾക്കുള്ളിൽ കൗമുദി എന്ന 16കാരി വേദിയിലേക്ക് കയറി തൻ്റെ സ്വർണ്ണവള ഊരി ഗാന്ധിജിയെ ഏൽപ്പിച്ചു. പിന്നെ മറ്റൊരു വള, മാല, കമ്മൽ, ഇങ്ങനെ ആഭരണങ്ങൾ അഴിച്ചു നൽകാൻ അച്ഛനമ്മമാരുടെ സമ്മതമുണ്ടോ? തെല്ല് അമ്പരപ്പോടെ മഹാത്മജി ആരാഞ്ഞു. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ കൗമുദി ടീച്ചറാണ്. 1917 ജൂലൈ 16 കണ്ണൂർ വയക്കരയിൽ AK രാമവർമ്മ രാജയുടെയും ദേവി കെട്ടിലമ്മയുടെയും പുത്രിയായാണ് കൗമുദി ജനിച്ചത്. ഗാന്ധിജിയുമായുള്ള ആ സമാഗമം കൗമുദിയുടെ ജീവിതം മാറ്റിമറിച്ചു. അവർ പിന്നീട് ഹിന്ദി അധ്യാപികയായി. മഹാത്മജി കൗമുദി ടീച്ചർക്ക് ദൈവസാന്നിധ്യമായി. അവിവാഹിതയായി ജീവിച്ച് 2009 ഓഗസ്റ്റ് 4 92ാം വയസ്സിൽ വിട ചൊല്ലി. 1934 ജനുവരി 19 ഹരിജനിൽ ഗാന്ധിജി ഇപ്രകാരം എഴുതി. സംഭവബഹുലമായ അനുഭവങ്ങൾ നിറഞ്ഞ ജീവിതകാലത്തിനിടെ ഹൃദയത്തെ സ്പർശിക്കുന്നവയും ആത്മാവിനെ തൊട്ടുണർത്തുന്നതുമായ ഒട്ടേറെ കാഴ്ചകൾ കാണാനുള്ള സൗഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഹരിജനോദ്ധാരണത്തെ സംബന്ധിച്ചുണ്ടായ ഒരു കാഴ്ചയേക്കാൾ ഹൃദയസ്പർശമായ മറ്റൊന്ന് ഇതെഴുതുന്ന അവസരത്തിൽ ഓർക്കുന്നതിന് എനിക്ക് കഴിയുന്നില്ല. കൗമുദിയെ പറ്റിയായിരുന്നു ഈ വാക്കുകൾ. അച്ഛൻ അവിടെത്തന്നെയുണ്ടെന്ന് ആരോ അറിയിച്ചു. നിന്റെ ത്യാഗം നീ ഇപ്പോൾ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ വിലപ്പെട്ട ആഭരണമാണ് എന്നു പറഞ്ഞ് ഗാന്ധിജി കൗമുദിയെ പ്രശംസിച്ചു. ഗാന്ധിജി ആവശ്യപ്പെട്ട പ്രകാരം കൗമുദി മാതാപിതാക്കൾക്കൊപ്പം അടുത്ത ദിവസം കോഴിക്കോട്ടെത്തി അദ്ദേഹത്തെ കണ്ടു. ആഭരണങ്ങൾ നൽകിയത് അച്ഛനമ്മമാരുടെ സമ്മതത്തോടെയായിരുന്നോ എന്ന് ഗാന്ധിജി ആരാഞ്ഞു. അവർ വിസമ്മതം പ്രകടിപ്പിച്ചില്ലെന്ന് മറുപടി. ഇനി ആഭരണങ്ങൾ അണിയുമോ എന്നായി അടുത്ത ചോദ്യം. ഇല്ല എന്ന് ഉറപ്പിച്ച മറുപടി. അപ്പോൾ വിവാഹവേളയിലോ എന്നായി മഹാത്മജി. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂവെന്ന് കൗമുദി. അവൾക്ക് അതാണിഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പിതാവിൻ്റെ അഭിപ്രായവും. ഗാന്ധിജിയോടൊപ്പം നടന്നവർ.
ആത്മകഥയിൽ ഇടം പിടിച്ച ഏക മലയാളിയാണ് ബാരിസ്റ്റർ G.P. പിള്ള. ഗാന്ധിജി ആദരവോടെ സ്മരിച്ച മറ്റൊരു മലയാളി കൂടിയുണ്ട്, ബാരിസ്റ്റർ G.P. പിള്ള. അക്കാലത്ത് ഇന്ത്യയിൽ അധികമൊന്നും അറിയപ്പെടാതിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സമരങ്ങളെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയ പത്രാധിപർ. 1896 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയപ്പോഴാണ് മദ്രാസിൽ വെച്ച് ഇരുവരും ആദ്യമായി കണ്ടത്. ഗാന്ധിജി തയ്യാറാക്കിയ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ ദുരിതങ്ങൾ വിവരിക്കുന്ന ലഘുലേഖ മറ്റ് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വിമുഖത കാട്ടി. G.P. പിള്ളയാകട്ടെ തൻ്റെ മദ്രാസ് സ്റ്റാൻഡേർഡ് പത്രത്തിൽ അത് പ്രസിദ്ധപ്പെടുത്തുക മാത്രമല്ല, യഥേഷ്ടം അതിലെഴുതാൻ അവസരവും നൽകി. പിള്ളയിൽ നിന്ന് ലഭിച്ച ഹൃദ്യമായ സഹകരണത്തെപ്പറ്റി കൃതജ്ഞതയോടെയാണ് മഹാത്മജി ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂനെയും മദ്രാസും എന്ന അധ്യായത്തിൽ ഇങ്ങനെ എഴുതി: മദ്രാസിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സഹായം മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ പത്രാധിപരായിരുന്ന അന്തരിച്ച ശ്രീ G. പരമേശ്വരൻ പിള്ളയിൽ നിന്നാണ്. അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് എന്നെ മിക്കപ്പോഴും ക്ഷണിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മദ്രാസ് സ്റ്റാൻഡേർഡിൻ്റെ കോളങ്ങൾ എനിക്ക് യഥേഷ്ടം വിട്ടുതരികയും ഞാനത് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ജീവചരിത്രം എഴുതിയ മലയാളി, വിമർശിച്ച മലയാളി. 1913 ഗാന്ധിജിയെപ്പറ്റി മോഹനദാസ് ഗാന്ധി എന്നൊരു ചെറു പുസ്തകം എഴുതിയ മലയാളിയാണ് സ്വദേശാഭിമാനി K. രാമകൃഷ്ണ പിള്ള. ഗാന്ധിജിയെ അതിരൂക്ഷമായി വിമർശിച്ച മലയാളിയാണ് സർ C. ശങ്കരൻ നായർ. ഗാന്ധിയൻ പാതയിൽ നിന്ന് മാറി നടന്നുകൊണ്ട് ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി 1922 കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ഏക മലയാളി കൂടിയായ അദ്ദേഹം വിമർശനത്തിനുയർത്തിയത്. 1923 സെപ്റ്റംബറിൽ ഗാന്ധിജിയുടെ യങ് ഇന്ത്യ ഇംഗ്ലീഷ് വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളിയാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്. C. രാജഗോപാലാചാരിയിൽ നിന്നാണ് അദ്ദേഹം പത്രാധിപരുടെ ചുമതല ഏറ്റുവാങ്ങിയത്. അപ്പോൾ 1923 സെപ്റ്റംബറിലാണ് യങ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ പത്രാധിപരായി പ്രവർത്തിച്ച ആളാണ് ബാരിസ്റ്റർ ജോർജ് ജോസഫ്. C. രാജഗോപാലാചാരിയിൽ നിന്നാണ് അദ്ദേഹം പത്രാധിപരുടെ ചുമതല ഏറ്റുവാങ്ങിയത്. ഇതൊന്ന് ഓർത്തു വയ്ക്കുക. ദണ്ഡിയാത്രയിലെ മലയാളികൾ നോക്കാം. 1930 മാർച്ച് 12 ഗാന്ധിജി നയിച്ച വിഖ്യാതമായ ദണ്ഡിയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചത് 78 പേരാണ്. അക്കൂട്ടത്തിൽ 5 മലയാളികളുണ്ടായിരുന്നു: C. കൃഷ്ണൻ നായർ, തേവർത്തുണ്ടിയിൽ ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി, താപ്പൻ നായർ എന്നിവരൊക്കെയാണ് അവർ. ഇത് നോക്കൂ, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി ആരാണെന്ന് അറിയാം നമുക്ക്. അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. കേരളഗാന്ധി, കേരളത്തിലെ ഗാന്ധിജിയുടെ പ്രതിപുരുഷൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടത് കേളപ്പനാണ്. കേളപ്പൻ എന്ന ജാലകം തുറന്നു വരുന്ന കാറ്റായിരുന്നു ഞങ്ങൾക്ക് ഗാന്ധിജി എന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത് C. കൃഷ്ണൻ നായർ. ഇതെല്ലാം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗാന്ധിജിയും മലയാള കൃതികളും ഒന്ന് നോക്കൂ. മഹാത്മജിയുടെ കൃതികൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം അദ്ദേഹം നൽകിയത് മാതൃഭൂമിക്കാണ്. ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം 1925 ഡിസംബർ 10 ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. K. മാധവൻ നായരായിരുന്നു പരിഭാഷകർ. 1928 മെയ് 24 ആത്മകഥ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം കൂടിയായിരുന്നു ഇത്. ഗാന്ധിജിയെക്കുറിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി വള്ളത്തോളാണ് എഴുതിയത്. ആ ചുടലക്കളം ഉള്ളൂർ. മഹാത്മാഗാന്ധി K.P. കേശവമേനോൻ. ധർമ്മസൂര്യൻ അക്കിത്തം. ഗാന്ധി ഭാരതം പാലാ നാരായണൻ നായർ. ഓഗസ്റ്റ് കാറ്റിൽ ഒരു ഇല ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണവാര്യർ. അപ്പോൾ ഈ കൃതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒന്നും കൂടി വായിക്കാം. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി വള്ളത്തോളാണ് ഈ കൃതി എഴുതിയത്. ആ ചുടലക്കളം ഉള്ളൂർ എഴുതിയത് മഹാത്മാഗാന്ധി K.P. കേശവമേനോൻ. ധർമ്മസൂര്യൻ അക്കിത്തം
ഗാന്ധി ഭാരതം പാലാ നാരായണൻ നായർ. ഓഗസ്റ്റ് കാറ്റിൽ ഒരില ഗാന്ധിയും ഗോഡ്സെയും NV കൃഷ്ണവാര്യർ. ഇതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഗാന്ധിജിയുടെ സന്ദർശനം ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ ഇത്രയും നേരം വായിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകും. കേരളത്തിൽ എത്ര തവണ ഗാന്ധിജി സന്ദർശനം നടത്തിയിട്ടുണ്ട്? 5 തവണ. 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളിലാണ് 5 പ്രാവശ്യമാണ് കേരളത്തിൽ ഗാന്ധിജി സന്ദർശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഏത് സമരത്തിന് പിന്തുണ തേടിയാണ് ഗാന്ധിജി ആദ്യമായി മലയാള നാട്ടിലെത്തിയത്? ഖിലാഫത്ത് സമരം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി കേരളത്തിലെത്തുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തുർക്കി സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ നടന്ന സമരമാണ് ഖിലാഫത്ത് സമരം. ഒന്നും കൂടി വായിക്കാം. തുർക്കി സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ നടന്ന സമരമാണ് ഖിലാഫത്ത് സമരം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഏത് സമരത്തിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സന്ദർശനം? അത് വൈക്കം സത്യാഗ്രഹമാണ്. സന്ദർശനം നടക്കുന്നത് 1925 മാർച്ച് 8 മുതൽ 19 വരെ. അപ്പോൾ രണ്ടാമത്തെ സന്ദർശനം നടത്തുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. 1925 മാർച്ച് 8 മുതൽ 19-ാം തീയതി വരെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ച ഭക്ഷണ വിഭവമാണ് ചപ്പാത്തി. സത്യാഗ്രഹത്തെപ്പറ്റി അറിഞ്ഞ് കേരളത്തിലെത്തിയ പഞ്ചാബിലെ സിഖ് യുവാക്കൾ വഴിയാണ് ഇത് ഉണ്ടായത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ച ഭക്ഷണ വിഭവം ഏതാണെന്ന് ചോദിച്ചാൽ ചപ്പാത്തിയാണ്. നമുക്ക് ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സന്ദർശനത്തിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂർ റീജൻ്റാണ് സേതുലക്ഷ്മിബായി തമ്പുരാട്ടി. രണ്ടാമത്തെ സന്ദർശനത്തിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂർ റീജൻ്റ് ആരാന്ന് ചോദിച്ചാൽ സേതു ലക്ഷ്മിബായി തമ്പുരാട്ടി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഏത് സന്ദർശന വേളയിലാണ്? രണ്ടാം കേരള സന്ദർശനത്തിൽ. അതായത് 1925 മാർച്ച് 8 മുതൽ 19 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയം തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരുവുമായി ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തിയ വർഷം സ്ഥലം നോക്കാം. 1925 മാർച്ച് 12-നാണ് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുമായി ആദ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സ്ഥലം നോക്കൂ, ശിവഗിരി മഠം. സ്ഥലം ശിവഗിരി മഠത്തിൽ വെച്ചാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വർഷം 1925 മാർച്ച് 12. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആദ്യ കൂടിക്കാഴ്ചയിലെ ദ്വിഭാഷി ആരാന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് N. കുമാരൻ. ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആദ്യ കൂടിക്കാഴ്ചയിലെ ദ്വിഭാഷി അഡ്വക്കേറ്റ് N. കുമാരനാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ബന്ധിപ്പിക്കുന്നതിന് ഹിന്ദി രാഷ്ട്രഭാഷയായി സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി ഗാന്ധിജി പരാമർശിച്ചത് ഏത് സന്ദർശനത്തിൻ്റെ ഭാഗമായാണ്? രണ്ടാം സന്ദർശനം, തിരുവനന്തപുരം കണ്ടോൺമെൻറ് മൈതാനത്ത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് വൈക്കം ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഭരണ ചുമതലക്കാരൻ ആരായിരുന്നു? നീലകണ്ഠൻ നമ്പൂതിരി. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് വൈക്കം ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഭരണ ചുമതല ആർക്കാന്ന് ചോദിച്ചാൽ നീലകണ്ഠൻ നമ്പൂതിരി. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ബാലരാമപുരം പുലയ സ്കൂൾ സന്ദർശിച്ചത് ഏത് വർഷം? 1925 മാർച്ച് 14-ന്. ഗാന്ധിജി ബാലരാമപുരം പുലിയ സ്കൂൾ സന്ദർശിച്ചത് 1925 മാർച്ച് 14-ന്. 13ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാം സന്ദർശന വേളയിൽ ഗാന്ധിജിക്ക് സാഹിത്യമഞ്ജരി പുസ്തകം സമ്മാനിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് രണ്ടാം സന്ദർശന വേളയിൽ ഗാന്ധിജിക്ക് സാഹിത്യമഞ്ജരി പുസ്തകം സമ്മാനിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ആലുവ അദ്വൈതാശ്രമം സന്ദർശിച്ച വർഷം?
1925 മാർച്ച് 18 രണ്ടാം സന്ദർശന വേളയിൽ. ഗാന്ധിജി ആലുവ അദ്വൈതാശ്രമം സന്ദർശിച്ച വർഷം 1925 മാർച്ച് 18 രണ്ടാം സന്ദർശന വേളയിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഈ യാത്ര ഇന്ത്യയിലെ ദരിദ്രർക്കു വേണ്ടിയുള്ളതാണെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത് ഏത് സന്ദർശന വേളയിലാണ്? മൂന്നാമത്തെ കേരള സന്ദർശനത്തിൽ 1927 ഒക്ടോബർ 9, 15, 25 തീയതികളിലായിട്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രദേശവും കേരളത്തോട് കിടപിടിക്കാനില്ല എന്ന് ഇവിടെ അയിത്തം ഏറ്റവും നിഷ്കൃഷ്ടമായ രീതിയിൽ കാണപ്പെടുന്നു. ആരുടെ അഭിപ്രായമാണിതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെയാണ്. ഒന്നും കൂടി പറയാം. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മറ്റൊരു പ്രദേശവും കേരളത്തോട് കിടപിടിക്കില്ല, എന്നാൽ ഇവിടെ അയിത്തം ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കാണപ്പെടുന്നു. ആരുടെ അഭിപ്രായമാണിത്? ഗാന്ധിജി. 1927 ഒക്ടോബർ 15 പാലക്കാട് പൊതുയോഗത്തിൽ വെച്ചാണ് ഇങ്ങനെ പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ. 1927 മൂന്നാം സന്ദർശനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദി പഠിപ്പിക്കുന്നതിന് അഭിനന്ദിക്കപ്പെട്ട സ്കൂളാണ് ഒറ്റപ്പാലം ഹൈസ്കൂൾ. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജിയുടെ നാലാമത്തെ സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം ഹരിജന ഫണ്ട് പിരിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നാലാം സന്ദർശന കാലയളവിൽ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത പ്രധാന കെട്ടിടമാണ് ബാലകൃഷ്ണ വൈദ്യശാല. 1921 സത്യാഗ്രഹ സമരകാലത്ത് ജയിലിൽ വെച്ച് മരിച്ചുപോയ KV ബാലകൃഷ്ണ മേനോൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. നാലാം സന്ദർശനത്തിൻ്റെ ഭാഗമായി വടകരയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിക്ക് എല്ലാ ആഭരണങ്ങളും നൽകിയ പെൺകുട്ടിയാണ് കൗമുദി. 21ാമത്തെ ക്വസ്റ്റ്യൻ. കൗമുദിയെക്കുറിച്ചുള്ള വിവരണം ഗാന്ധിജി എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്? ഹരിജനിൽ. 22ാമത്തെ ക്വസ്റ്റ്യൻ. അയിത്തത്തെ അകറ്റുന്നതിനുള്ള സമരത്തിനിറങ്ങിയ ആ യോദ്ധാവ് പോർക്കളത്തിൽ തൻ്റെ പടക്കുതിരമേൽ വെച്ചാണ് മരിച്ചു വീഴുന്നത്. ഗാന്ധിജി ആരെപ്പറ്റിയാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്? K. മാധവൻ നായർ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ ആരുടെ ഛായാപടമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? K. മാധവൻ നായർ. 1934 ജനുവരി 13. 24ാമത്തെ ക്വസ്റ്റ്യൻ. വയനാട് കൽപ്പറ്റയിലെത്തിയപ്പോൾ ഗാന്ധിജി സന്ദർശിച്ച മുറി എന്തിൻ്റെ ഭാഗമാണിപ്പോൾ? പുളിയാർമല ഗാന്ധി മ്യൂസിയം. അതിപ്പോൾ പുളിയാർമല ഗാന്ധി മ്യൂസിയമാണ് ആക്കിയിരിക്കുന്നത്. വയനാട് കൽപ്പറ്റയിലെത്തിയപ്പോൾ ഗാന്ധിജി സന്ദർശിച്ച മുറിയാണ് പുളിയാർമല ഗാന്ധിജി മ്യൂസിയമായിട്ടിപ്പോൾ മാറിയിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. അയിത്തം കുറിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം വരച്ചാൽ അതിൽ കറുത്തതായി അടയാളപ്പെടുത്തുന്നത് എന്തിനെയാണ്? മലബാറിനെ. എങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞത്? അയിത്തം കുറിക്കുന്ന ഇന്ത്യയുടെ ഭൂപടം വരച്ചാൽ അതിൽ കറുത്തതായി അടയാളപ്പെടുത്തുന്നത് മലബാറിനെ. 26ാമത്തെ ക്വസ്റ്റ്യൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിനെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും പ്രാപ്തനായ അദ്ദേഹത്തിൻ്റെ ദിവാനെയും അഭിനന്ദിക്കുന്നതിനാണ് ഈ യാത്ര. ഏത് സന്ദർശനത്തെക്കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? അഞ്ചാം സന്ദർശനം 1937 ജനുവരി 12 മുതൽ 21 വരെയുള്ളത്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഏത് ക്ഷേത്രത്തിലാണ് 1934 ജനുവരി 18 ഗാന്ധിജി സന്ദർശനം നടത്തിയത്? ശ്രീ ഭവാനീശ്വര ക്ഷേത്രം, പള്ളുരുത്തി. ഹരിജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഏത് ക്ഷേത്രത്തിലാണ് 1934 ജനുവരി 18 ഗാന്ധിജി സന്ദർശനം നടത്തിയത്? ശ്രീ ഭവാനീശ്വര ക്ഷേത്രം, പള്ളുരുത്തി. 28ാമത്തെ ക്വസ്റ്റ്യൻ. സർ CP രാമസ്വാമി അയ്യർ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്? സർ CP രാമസ്വാമി അയ്യർ ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1937 ജനുവരി 13 അഞ്ചാം സന്ദർശന കാലയളവിലാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. വയനാട് കൽപ്പറ്റയിലെത്തിയപ്പോൾ ഗാന്ധിജി സന്ദർശിച്ച മുറിയുടെ ഭാഗമാണ് പുളിയാർമല ഗാന്ധി മ്യൂസിയം. 5ാമത്തെ ക്വസ്റ്റ്യൻ. 1937 അഞ്ചാം സന്ദർശന കാലയളവിൽ ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനമാണ് ഹിന്ദി ബിരുദദാന സമ്മേളനം.
1937 5-ാം സന്ദർശന കാലയളവിൽ ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനമാണ് ഹിന്ദി ബിരുദദാന സമ്മേളനം. 30-ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മേലിൽ തിരുവിതാംകൂറിൽ അയിത്തം എന്നൊന്ന് ഉണ്ടായിരിക്കരുതെന്നും ഈശ്വരദൃഷ്ടിയിലും മനുഷ്യദൃഷ്ടിയിലും എല്ലാവരും തുല്യ അവകാശമുള്ള ഈശ്വര സന്തതികളാണ്. ഇപ്രകാരം ഗാന്ധിജി അഭിപ്രായപ്പെട്ട പ്രസംഗമാണ് തക്കല പ്രസംഗം 1937 ജനുവരി 14. 31-ാമത്തെ ക്വസ്റ്റ്യൻ. ശിവഗിരിയിൽ ഗാന്ധിജി എത്ര തവണ സന്ദർശിച്ചിട്ടുണ്ട്? 3 തവണ. ശിവഗിരിയിൽ ഗാന്ധിജി എത്ര തവണ സന്ദർശിച്ചിട്ടുണ്ട്? 3 തവണ. 32-ാമത്തെ ക്വസ്റ്റ്യൻ. 5-ാം സന്ദർശനത്തിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ കെ.ജി. ശങ്കർ ഏത് പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു? മലയാള രാജ്യം. 5-ാം സന്ദർശനത്തിൽ ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയ കെ.ജി. ശങ്കർ ഏത് പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു? മലയാള രാജ്യം. 33-ാമത്തെ ക്വസ്റ്റ്യൻ. 1937 ജനുവരി 19 ഹരിജന ബാലനോടൊപ്പം ഗാന്ധിജി കയറിയത് ഏത് ക്ഷേത്രത്തിൻ്റെ സോപാനത്തിലേക്കാണ്? ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. 1937 ജനുവരി 19 ഹരിജന ബാലനോടൊപ്പം ഗാന്ധിജി കയറിയത് ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചാൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. 34-ാമത്തെ ക്വസ്റ്റ്യൻ. ഒറ്റ തൂലികാ ചലനം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളുടെ പാപം മുഴുവൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. തിരുവട്ടാറിൽ നടന്ന പ്രസംഗത്തിൽ ഏത് സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഗാന്ധി ഇപ്രകാരം പറഞ്ഞത്? ക്ഷേത്രപ്രവേശന വിളംബരം പ്രസംഗം. 1937 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്